ഒളിച്ചോടി പോകുന്നതിനോട് എനിക്കും താല്പര്യമില്ല. വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ ആർഭാടത്തോടു കൂടിയുള്ള ഒരു കല്യാണം. അതെ അതെ, അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അയ്യോ, ജോലിയില്ലാന്ന് പറഞ്ഞാൽ എന്തിനാ വിഷമിക്കുന്നേ? നമ്മുടെ കല്യാണം കഴിയുമ്പോഴേ എനിക്ക് ഇഷ്ടം പോലെ സ്വർണം തരുമല്ലോ വീട്ടുകാര്. ആ സ്വർണം മുഴുവൻ വിറ്റിട്ട് നമുക്കൊരു തുണിക്കട തുടങ്ങാം. ഒരു തുണിക്കട മുതലാളി എന്നുള്ള പേരുമായി, ഏട്ടനൊരു പണിയായി. എടി, നീ ആരുടെ ഭാര്യയാകുന്ന കാര്യം സംസാരിക്കുന്നത്? അമ്മ, ഞാനൊരാളായിട്ട് ഇഷ്ടത്തില്ല. ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവൻ ഇപ്പൊ ജോലിയും കൂലിയൊന്നും ഇല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞാല് അവനൊരു വലിയ ടെക്സ്റ്റൈൽസിന്റെ മുതലാളിയാവും. എന്നിട്ട് ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചോ? ഒളിച്ചോടി പോകേ? ശേഷേ, അതൊന്നും ഞാൻ ചെയ്യില്ല. അതൊക്കെ ഒരുമാതിരി ചെയ്യല് പിള്ളേർക്ക് പറ്റിയ പരിപാടി. ഞാൻ ഇവിടെ നിന്ന് കിട്ടാനുള്ള സ്വർണവും സ്ത്രീധനായിട്ട് കിട്ടാനുള്ള പൈസയും മുഴുവൻ വാങ്ങിക്കൊണ്ടേ പോകും. അതിനിവിടെ നീ സ്വർണവും പണവും തന്നു വെച്ചിട്ടുണ്ടോ? അതിന് ഞാൻ എന്തിനാ തന്നു വെക്കണം? അച്ഛനമ്മയ്ക്ക് ഒരു കടമയില്ലേ? പെൺമക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോ ഒരു 10-100 പവന്റെ സ്വർണവും 10-15 ലക്ഷം രൂപയും ഒരു കാറൊക്കെ തന്നു വിടണമെന്ന്. നിന്നെ 18 വയസ്സ് വരെ നോക്കേണ്ട കടമേ ഞങ്ങൾക്കുള്ളൂ. അത് കണ്ടില്ല, നീ ഡിഗ്രി എടുത്ത് പിന്നെ PG വേണം പറഞ്ഞു, പിന്നെ ഡബിൾ MA വേണം പറഞ്ഞു, പിന്നെ PhD വേണം പറഞ്ഞു. എന്ന് വെച്ചാൽ 19, 20, 21, 22, 23, 24, 25 ഈ 7 വർഷം നിനക്ക് വേണ്ടി എക്സ്ട്രാ പൈസ ചെലവാക്കിയിട്ടുണ്ട്. ആ പൈസയും അതിനുള്ള പലിശയും തന്നിട്ട് നീ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കും. നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കുറെ സ്വർണ്ണമൊക്കെ തന്നിട്ട് കല്യാണം കഴിച്ചു വിടണമെന്നുള്ള ടെൻഷനൊന്നും അമ്മയ്ക്കില്ലേ? ഉളുപ്പുണ്ടോടി നിനക്ക്? ആദ്യം ജോലി കണ്ടുപിടിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്, എന്നിട്ട് പറയാം കല്യാണത്തിന്റെ കാര്യം.